ചരിത്രം പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ കടന്നുപോയ മഹാരഥന്മാരെല്ലാവരും രാഷ്ട്രീയ പരീക്ഷണം നടത്തിയ ഒരു ഇടം കൂടിയാണ് ആറ്റിങ്ങൽ. ഉദാഹരണമായി പറഞ്ഞാൽ ആർ ശങ്കർ, വർക്കല രാധാകൃഷ്ണൻ, കെ അനുരുദ്ധൻ, വയലാർ രവി, സുശീല ഗോപാലൻ, തലേക്കുന്നിൽ ബഷീർ, എം.ഐ. ഷാനവാസ്, എം.എം. ഹസൻ, ബിന്ദു കൃഷ്ണ, അടൂർ പ്രകാശ്, എ സമ്പത്ത്, അങ്ങനെ ആ പട്ടികയുടെ പുതുമുഖങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും പല ഘട്ടങ്ങളിലായി കടന്നുപോയ ഒരു മണ്ഡലമാണ് ഈ ആറ്റിങ്ങൽ എന്നതാണ്. അവിടെയാണ് ആറ്റിങ്ങലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചിലരെയൊക്കെ വായിച്ചതും ചിലരെയൊക്കെ വീഴ്ചതുമായ ചരിത്രം കൃത്യമായി ആറ്റിങ്ങൽ പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു ചരിത്ര പരിശോധന കൂടി നമുക്ക് വേഗത്തിൽ നടത്താമെന്ന് തോന്നുന്നു. അതെ, അവിടെ പല വമ്പന്മാരും വീണ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അവിടെ ഈ 67-ൽ അനിരുദ്ധൻ വരികയാണ്. കെ അനിരുദ്ധൻ, അദ്ദേഹം പിന്നെ ഒരു വലിയ ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ ട്രേഡ് യൂണിയൻ രംഗത്തൊക്കെ പ്രവർത്തിച്ച അങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യവുമായി അദ്ദേഹം വരുന്നു. മാത്രമല്ല ഇതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ വയലാർ രവിയുടെ ഒരു ആധിപത്യം. അതെ, വയലാർ രവി 2 ടേം 5-ഉം 6-ഉം പാർലമെന്റുകളിൽ അവിടെ ജയിച്ചു വരും. അപ്പോൾ ഇതിൽ നിന്ന് 71-ൽ ഈ വയലാർ രവി അവിടെ മത്സരിക്കാനായിട്ട് ചെല്ലുമ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി നേരിട്ട് വയലാർ രവിയോട് പറഞ്ഞിരുന്നു, ഇവിടെ മത്സരിക്കരുത്, കാരണം അത് നമുക്ക് അത്ര ഒരു സേഫ് അല്ലാത്തൊരു മണ്ഡലമാണ്, കാരണം അത് CPM മണ്ഡലം എന്നുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മണ്ഡലം എന്ന തരത്തിലായിരുന്നു. അപ്പോൾ അതൊരു വെല്ലുവിളിയെ ഏറ്റെടുത്താണ് അന്നത്തെ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ വയലാർ രവി അത് ചെയ്യുന്നു. മാത്രമല്ല ഇന്ദിരാഗാന്ധി അന്ന് കരുണാകരനോടും ഒക്കെ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് വേറെ മണ്ഡലം കൊടുക്കണമെന്നൊക്കെ. പക്ഷേ എന്തായാലും വയലാർ രവി അവിടെ മത്സരിക്കുകയും പിന്നെ അതിനെ തുടർന്ന് ആ വിജയം വയലാർ രവിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ നേട്ടമായി. കാരണം ഇന്ദിരാഗാന്ധി ഈ വിജയം മണ്ഡലം പിടിച്ചെടുത്ത് വന്നു, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ആ വയലാർ രവി വീണുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു ഈ 2019 തൊട്ട് പുറകോട്ട് പരിശോധിക്കുന്നതിനൊക്കെ വളരെ കൃത്യമായി ആ ചിത്രം വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ 2019-ലെ സമ്പത്തിന്റെ പരാജയം തന്നെ ഒരു വമ്പനെ കൊമ്പുകുത്തിച്ച തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തന്നെ വിശേഷിപ്പിക്കാം. കാരണം സമ്പത്ത് ആദ്യം ചിറയൻകീഴിലും പിന്നീട് 2 തവണ ഈ ആറ്റിങ്ങലുമായി ഇങ്ങനെ വിജയിച്ച് വലിയ ഇടതു കോട്ട എന്ന് അവകാശപ്പെട്ട് തികഞ്ഞ ആത്മവിശ്വാസം നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ തവണത്തെ അപ്രതീക്ഷിത തോൽവി. അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് തോൽപ്പിക്കുമെന്ന് ഒരിക്കലും സമ്പത്തോ CPM കേന്ദ്രങ്ങളോ അന്ന് പ്രതീക്ഷിച്ചില്ല. 2 സ്ഥലങ്ങളായിരുന്നു, ഒന്ന് ആറ്റിങ്ങലും ആലത്തൂരും. ഈ 2 ഇടങ്ങളിലും ഒരു കാരണവശാലും CPM പരാജയപ്പെടില്ല. മറ്റെവിടെ പരാജയപ്പെട്ടാലും ഈ 2 ഇടത്ത് ഒരിക്കലും പരാജയപ്പെടില്ല. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, വിൻ ഹാൻഡ്സ് ഡൗൺ എന്ന് പറഞ്ഞാൽ അവിടെ മത്സരിച്ചില്ലെങ്കിലും ജയിക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് അമ്പയെ പരാജയപ്പെട്ടു പോവുകയും വലിയ, എന്നാൽ ഈ ആലപ്പുഴയേക്കാൾ ഒരു പക്ഷേ ആറ്റിങ്ങൽ അതുണ്ടായി. നമുക്ക് ഈ 67 മുതലുള്ള ചിത്രം നോക്കുമ്പോൾ ആർ ശങ്കർ, നേരത്തെ പരാമർശിച്ചു, ആർ ശങ്കറിനെ പോലെയുള്ള പ്രമുഖരൊക്കെ വന്നുപോയ ഇടമാണ്. ആർ ശങ്കറിനെ കെ അനുരുദ്ധനാണ് തോൽപ്പിക്കുന്നത് 1967 എന്നതാണ് അന്നത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം. അത് കേരളം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട തോൽവിയായിരുന്നു. നമുക്കറിയാം ആർ ശങ്കർ എന്ന വ്യക്തിയെ ഒരു അനിരുദ്ധനെ പോലെ ഒരു നേതാവ് തോൽപ്പിക്കുമ്പോൾ, അനിരുദ്ധൻ അന്ന് CPM-ന്റെ ഒരു പ്രാദേശിക നേതാവാണ്, അത്ര വലിയ സംസ്ഥാന മുഖമൊന്നുമല്ല. അതായത് ഈ 65-ൽ തന്നെ ഇദ്ദേഹം കാട്ടക്കടയിൽ ഇത് 65-ൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ശങ്കർ മുഖ്യമന്ത്രിയായി നേരിട്ടുമ്പോഴും അനിരുദ്ധൻ അതിനെ എതിർത്ത് ജയിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഈ ആറ്റിങ്ങലിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ അനിരുദ്ധൻ ഒരു നേതാവിനെ ലോക്സഭാ മണ്ഡലത്തിൽ മലർത്തിയടിക്കുക എന്ന് പറയുന്നത് അന്ന് ഭയങ്കര വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ആ ലോക്സഭാ മണ്ഡലത്തിൽ മലർത്തിയടിക്കുക മാത്രമല്ല, അദ്ദേഹം അന്ന് അദ്ദേഹത്തിന് മൊത്തത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ അനിരുദ്ധൻ ജയിലിൽ നിന്നാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ നേരിട്ട് അന്ന് ചിത്രത്തിലൊക്കെ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിൽ അഴികൾക്കുള്ളിൽ നിൽക്കുന്ന പടമൊക്കെ വെച്ചിട്ടാണ് ഇത് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ റവല്യൂഷണറി ആയിട്ടുള്ള ഫൈറ്റിൻ്റെയൊക്കെ ഒരു ഭാഗമായാണ് അത് വരുന്നത്. പിന്നെ മറ്റൊന്ന് ഈ 1971-ലെ വർക്കല രാധാകൃഷ്ണന്റെ പരാജയമാണ്. അന്ന് വയലാർ രവിയാണ് വിജയം നേടുന്നത്. എനിക്ക് തോന്നുന്നു 49,000-ൽ പരം വോട്ടുകൾക്കാണ് അന്ന് വയലാർ രവി വിജയിച്ച് കയറുന്നത്. വർക്കല രാധാകൃഷ്ണൻ അങ്ങനെ വലിയ മുഖമായി CPM-ൽ വളർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വയലാർ രവി എന്നുള്ള പരാജയം ഉണ്ടാവുന്നത്. നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോകുമ്പോൾ സുശീല ഗോപാലിന്റെ പരാജയം കൂടി ശ്രദ്ധേയമാണ്. വെറും 5130 വോട്ടിന് അന്നാണ് സുശീല ഗോപാലൻ പരാജയപ്പെടുന്നത് തലേക്കുന്നിൽ ബഷീറിനോട്. അന്ന് തലേക്കുന്നിൽ ബഷീർ കോൺഗ്രസിന്റെ ഒരു യുവമുഖമാണ്. പ്രേം നസീർ അദ്ദേഹത്തിന്റെ പ്രേം നസീർ സഹോദരിയാണ് അദ്ദേഹം പിന്നെ DCC പ്രസിഡന്റ് ആയിരുന്നു. മാത്രമല്ല തലേക്കുന്നിൽ ബഷീറിന് ഒരു എന്തെന്ന് വെച്ചാൽ AK ആന്റണിക്ക് അന്ന് മുഖ്യമന്ത്രിയാകാൻ ഇദ്ദേഹം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നൊക്കെ അതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. കരുണാകരൻ രാജൻ കേസുമായി ബന്ധപ്പെട്ട് രാജിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായി വരികയും ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ ആരെങ്കിലും ഒരാൾ മാറിക്കൊടുക്കണമല്ലോ, അങ്ങനെ തലേക്കുന്നില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആറ്റിങ്ങൽ എപ്പോഴും ഈഴവർക്ക് വോട്ട് ചെയ്യും
എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കൊള്ളമെന്നില്ല. കരുത്തുറ്റ ഒരു നേതാവിന് ഏത് ഘട്ടത്തിലും അവർക്ക് തെരഞ്ഞെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ വയലാർ രവിയുടെ 80-ലെ പരാജയവും ശ്രദ്ധേയമായിരുന്നു. പക്ഷെ അന്ന് വേറൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അന്ന് കോൺഗ്രസ് യുണൈറ്റഡ് കാൻഡിഡേറ്റ് ആയിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അന്ന് ആ റഹീം പിന്നീട് അദ്ദേഹം മേഘാലയ ഗവർണറൊക്കെ ആയിപ്പോയി. അദ്ദേഹം പിന്നെ ഒരു കറകളഞ്ഞ ഒരു വലിയ അബൂബക്കർ അബ്ദുൾ റഹീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പിന്നെ KPCC വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ആ നിലയ്ക്ക് ആ ഒരു വിജയം അദ്ദേഹത്തിന് അവിടെ കിട്ടുകയും ഈ 98-ലെ MMSന്റെ പരാജയവും അന്ന് വർക്കല രാധാകൃഷ്ണനിലൂടെ ആയിരുന്നു എന്നതാണ് രാഷ്ട്രീയം. ഈ MMSന്റെ പരാജയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്ന് ഭാഗ്യം പരീക്ഷിച്ചു പോയൊരു ഇടമാണ്. മനു, ഈ 1957 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പരാമർശിച്ചു പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ ജയവും പരാജയവും എല്ലാം ഒരു ചെറിയ വോട്ടുകൾക്കാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഉദാഹരണമായി ഞാൻ പറയാം. കാരണം സംസ്ഥാനത്ത് അന്ന് UDFന് വൻ വിജയമുണ്ടായ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ. 19 പേര് വിജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും 1 ലക്ഷമോ 1 ലക്ഷത്തിൽ പരമോ വോട്ടുകൾക്ക് വിജയിച്ചു വന്നപ്പോൾ ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ അത് 34,000 പരം വോട്ടായി ചുരുങ്ങി. മറ്റു പല തെരഞ്ഞെടുപ്പുകളിലും 1000-ഉം 2,000-ഉം 3,000 വോട്ടുകൾക്ക് വിജയിച്ച ചരിത്രമുണ്ട്, ആറ്റിങ്ങൽ ഉണ്ടായിട്ടുണ്ട്. അതെ, മാത്രമല്ല ആറ്റിങ്ങലിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, വൻ വിജയം ആണ് അവിടെ. കാരണം ഈ ആറ്റിങ്ങൽ മണ്ഡലം ഉണ്ടായ ഒരു ഘട്ടത്തിൽ തന്നെ അന്ന് നമ്മുടെ MK കുമാരൻ ആദ്യം മത്സരിച്ച അദ്ദേഹത്തിന് 90,000 വോട്ടുകൾക്ക് അന്ന് CPM ആ കാലഘട്ടത്തിൽ CPI അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ജയിച്ചത് ആ 90,000 വോട്ടുകൾ. അതൊരു വലിയ റെക്കോർഡായി കുറേ കാലത്തേക്ക്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ റെക്കോർഡ് മാറിയിട്ടില്ല. ഈ മനു, ഈ കണക്ക് പരിശോധിക്കുമ്പോൾ, കാരണം പൊതുവിൽ CPM അവരുടെ ഉറച്ച ഇടമായി സംസ്ഥാനത്ത് അവകാശപ്പെട്ടിരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. കാസർഗോഡോ അല്ലെങ്കിൽ പാലക്കാടോ അല്ലെങ്കിൽ ആലത്തൂരോ ഒക്കെ പോലെ അവർ അവകാശപ്പെടുന്ന ഒരു ഇടമായിരുന്നു ഈ ആറ്റിങ്ങലും. പക്ഷേ അത് ചിത്രം പിന്നീട് മാറി എന്നുള്ളതാണ്. പക്ഷേ ഈ സുശീല ഗോപാലൻ കോൺഗ്രസിൽ നിന്നും മണ്ഡലം പിടിച്ചെടുത്തതിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ CPMന് ആ മണ്ഡലം നഷ്ടപ്പെട്ടിരുന്നില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് ആ ചിത്രത്തിൽ മാറ്റമുണ്ട്. അതെ, അതിനുശേഷം ഈ സുശീല ഗോപാലൻ ഇപ്പം നമ്മുടെ തലക്കുന്നിൽ ബഷീറിന് ശേഷം സുശീല ഗോപാലൻ അവിടെ 91-ൽ എത്തുകയാണ്. അപ്പോൾ അതോടുകൂടി ഇത് പിന്നെ ഒരു CPM കോട്ടയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായി. പിന്നെ സമ്പത്ത് വരുന്നു. സമ്പത്താണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അനിരുദ്ധൻ്റെ പിന്നെ പിൻഗാമിയാണ്. നേരത്തെ അദ്ദേഹം ചിറയൻകീഴിൽ നിന്നിട്ടാണല്ലോ, അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. ചിറയൻകീഴിലാണല്ലോ ആദ്യം MLA മത്സരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ ആർ ശങ്കറുമായുള്ള കൊമ്പ് കോർക്കുന്നു, പിന്നെ പാർലമെൻറ്റ് അംഗത്തിൽ വരുന്നു. അപ്പോൾ ആ ഒരു അനിരുദ്ധൻ്റെ ഒരു പാരമ്പര്യം അദ്ദേഹം, പിന്നെ അതുപോലെ ഇദ്ദേഹം ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ തിളങ്ങി. അപ്പോൾ ആ സ്വാഭാവികമായും ആ സമ്പത്ത് വീണ്ടും ജയിച്ചു കയറും എന്നൊരു തികഞ്ഞ പ്രതീക്ഷയ്ക്കുള്ള എല്ലാ വകയും അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശരി മനു, നമുക്ക് ഇനി തെരഞ്ഞെടുപ്പ് ചരിത്രത്തിനും അപ്പുറത്തേക്ക് പുതിയ കാലത്തേക്ക് വരുമ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ ആറ്റിങ്ങൽ എങ്ങനെ ആർക്കൊപ്പം നിൽക്കുമെന്ന രാഷ്ട്രീയ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ജാതി മത സമവാക്യങ്ങളൊന്ന് പരാമർശിച്ചു പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ ശേഖരിച്ച ഒരു കണക്ക് പ്രകാരം 38% ഈഴവ വോട്ടുകളുള്ള ലോക്സഭാ മണ്ഡലമാണ്. അതായത് ഈഴവ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾക്കെന്നല്ല, അതിൽ ഈഴവ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുണ്ട്. പക്ഷേ ഇടവരെ മാത്രമല്ല മണ്ഡലം വിജയിപ്പിച്ചിട്ടുള്ളത് എന്ന ചരിത്രം കൂടി നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ എന്തോ ഈഴവ സ്ഥാനാർത്ഥികൾക്ക് അവിടെ ഒരു സാധ്യത കൂടുതലായി നൽകുന്നു എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രവും അങ്ങനെ തന്നെയാണ്. എല്ലാ ഘട്ടത്തിലും ഈഴവർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ തലക്കുന്നിൽ ബഷീറിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഈഴവർക്കൊരു പ്രാതിനിധ്യം കിട്ടിയേക്കും. അങ്ങനെയാണ് ഈ വയലാർ രവിയൊക്കെ അവിടേക്ക് വരുന്നത്. കാരണം അദ്ദേഹം ഈ മേഴ്സി രവി വിവാഹം കഴിച്ചതോടുകൂടി മറ്റ് ക്രിസ്ത്യൻ ഇതായിട്ടുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ വിചാരിച്ചത്ര ഇത് കിട്ടിയേക്കില്ല എന്നൊക്കെയുള്ള ഒരു ആശങ്ക അന്ന് വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നു. അപ്പോൾ അത് ജയിക്കുകയും ചെയ്തു. പക്ഷേ വയലാർ രവി തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ